ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡൂക്യോപനിഷത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പ്രമാതൃത്വാദി ഭേദ നിവൃത്തി. ഏകമായിരിക്കുന്ന ആത്മാവിന് തുര്യന് പല ഭേദങ്ങൾ അനുഭവപ്പെടുന്നു. താൻ പ്രമാതാവാണ്, അറിയുന്നവനാണ്, ഭോക്താവാണ്, കർത്താവാണ്, ഈ തരത്തിലുള്ള പല അനുഭവങ്ങളുമുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം ഇവിടെയെല്ലാം പാരമാർത്ഥികമായ നിവൃത്തി. അതെങ്ങനെ സംഭവിക്കുന്നു? പറഞ്ഞു, അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി സമകാലമേവ. നാന്തപ്രജ്ഞം എന്ന ബഹിപ്രജ്ഞം എന്ന് ശ്രുതി പറയുന്നത് ധരിക്കുന്ന ആ സമയം തന്നെ ഇവിടെ ജീവനെ സംസാരത്തിൽ തുടർന്ന് നിർത്തിക്കൊണ്ടു പോകുന്നത് ഇതൊക്കെയാണ്, പ്രമാതൃത്വം തുടങ്ങിയവയാണ്. പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വ തൈജസ് പ്രാജ്ഞഭാവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതെല്ലാം അറിയുന്നവനാണെന്നുള്ള ആ ബോധത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല, അതിനെ ഒഴിവാക്കാൻ പറ്റുന്നു. ബോധം എപ്പോ ഉണ്ടോ അപ്പോഴെല്ലാം ബോധിക്കുന്നവനുമുണ്ട്. എന്റെ ബോധം, ഞാൻ ബോധിക്കുന്നവൻ, ഇതാണ് ദ്വൈതം. ഇതിനെ മാറ്റാൻ പറ്റുന്നില്ല. ബാക്കി നമ്മുടെ മറ്റു സാധനങ്ങളുണ്ട്, ജപധ്യാനങ്ങൾ കൊണ്ടും കർമ്മയോഗങ്ങൾ പോലെയുള്ള സാധനങ്ങൾ കൊണ്ടും മനഃശുദ്ധിയെയും മറ്റും സമ്പാദിക്കും, മനസ്സിന്റെ ഏകാഗ്രത സമ്പാദിക്കാം. അതെല്ലാം ആവശ്യമാണ് താനും, അതൊന്നും വേണ്ടെന്ന് ഇവിടെ പറയുന്നില്ല. കാരണം സാധന സമ്പന്നന് മാത്രമേ എന്തായാലും ഫലം ഉണ്ടാകത്തുള്ളൂ. ആ ഫലം ഉണ്ടാക്കുന്നതിന് കാരണം എന്തോ ആയിക്കൊള്ളട്ടെ. ഇവിടെ ആത്യന്തികമായ ഫലത്തിന് കാരണമായി പറയുന്നത് എന്താണോ? നിഷേധ വിജ്ഞാനം. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറയുന്നു, ആ നിഷേധ വിജ്ഞാനം ആത്യന്തികമായ ഫലത്തെ നൽകുന്നു. പക്ഷെ ആ നിഷേധ വിജ്ഞാനം ഒരുവരിൽ ഫലപ്രദമാകണമെങ്കിൽ എന്ത് വേണം? അവനതിനുള്ള യോഗ്യതകളെല്ലാം വേണം. ആ യോഗ്യതകൾ ഒരാൾ ക്രമേണ സമ്പാദിക്കുന്നു. ഒരുവന്റെ അന്ധഃകരണം ഒരു സുപ്രഭാതത്തിൽ ശുദ്ധമാകത്തില്ല. ജ്ഞാനം എല്ലാത്തിനെയും നിവർത്തിപ്പിക്കുന്നത് ഒരു സുപ്രഭാതത്തിലാണ്. ഇവിടെ പറയുന്നു ഏകകാലം. ഇത് രണ്ടും ഒന്നാണെന്ന് ധരിക്കരുത്. വെളിച്ചത്തിന് ഇരുട്ടിനെ നശിപ്പിക്കുന്നതിന് കാലതാമസമില്ല. വേറൊരുപായത്തിന്റെ ആവശ്യമില്ല. വെളിച്ചം പ്രകാശിക്കുന്നു, ഇരുട്ടവിടെ നശിച്ചിരിക്കും. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതുകൊണ്ട് മറ്റൊന്നിനെയും നിഷേധിക്കുന്നില്ല. പക്ഷെ അവിടെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നു. ലൗകികമായ ദൃഷ്ടാന്തത്തിൽ തന്നെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ വിളക്ക് വേണം, എണ്ണ വേണം, തിരി വേണം, തീപ്പെട്ടി വേണം, പലതും വേണം. അതിനാണ് സാധന സമ്പത്തി എന്ന് പറയുന്നത്. ആ സാധന സമ്പത്തി എന്ന് പറയുന്നത് ആണ് വാസ്തവത്തിൽ ക്രമമായി സംഭവിക്കുന്നത്. ജ്ഞാനവും ഭേദനിവൃത്തിയാണ്. ജ്ഞാനവും ഭേദനിവൃത്തിയും യുഗപത് ഏകകാലത്തിൽ സംഭവിക്കുമ്പോൾ സാധന സമ്പത്തി കാലം കൊണ്ടേ സംഭവിക്കത്തുള്ളൂ.
അതുകൊണ്ടാണ് ആചാര്യന്മാരെല്ലാം സാധന സമ്പത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ എന്താണ് ഈ പറയുന്ന കാര്യം. അല്ലെങ്കിൽ ശാസ്ത്രം ഇവിടെ ഇപ്പോൾ ബോധിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഉപനിഷത്ത് ഭാഷ്യം ബോധിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിനുള്ള യോഗ്യത, ഗ്രഹിക്കുന്നതിന് യോഗ്യത ഉള്ളവനിൽ മാത്രമേ ഇത് ഫലവത്താകത്തുള്ളൂ. ഈ പറയുന്ന കാര്യം അന്തഃപ്രജ്ഞത്വാദി നിവൃത്തി സമകാലമേവ പ്രമാതൃത്വാദി ഭേദ നിവൃത്തി എന്ന് പറയുന്ന ഈ കാര്യം, അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അത് മുഖ്യമാണ്. യോഗ്യതയോ അത് ഒരുപക്ഷെ ഒരാൾക്ക് അനേക കാലം കൊണ്ടായിരിക്കും അത് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് നമ്മൾ ധരിച്ചു കളയുന്നു. ശാസ്ത്രം രണ്ടു തരത്തിൽ ബോധിപ്പിക്കും. ചിലപ്പോ അതിന്റെ പരമാവധി വെളിപ്പെടുത്തും, നേരിട്ട് കാണും. അതാണ് ഇവിടെ പറയുന്നത് നാന്തപ്രജ്ഞം ബഹിപ്രജ്ഞം തത്വമസി. ഇതെല്ലാം പരമാവധിയെ യാതൊരു ഉപാധിയും കൂടാതെ പ്രകാശിപ്പിക്കുകയാണ്. അതേതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് എവറസ്റ്റിൽ കയറാൻ ശ്രമിച്ചു. പലതവണ ശ്രമിച്ചിട്ടും വിജയിച്ചില്ല. അവസാനം ഒരു ഹെലികോപ്റ്ററിൽ കയറി അതിന്റെ ഉച്ചിയിലിറങ്ങി. വളരെ അനായാസമായി കാര്യം സാധിച്ചു. അതുവരെ പല വഴിക്ക് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് നിമിഷം കൊണ്ട് സാധിച്ചത്. അങ്ങനെ അത് സാധിക്കുമെന്നറിയത്തില്ല, പക്ഷെ അങ്ങനെ സാധിച്ചുവെന്ന് സങ്കല്പിക്കുക. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? പലതവണ അത് പരിശ്രമിച്ച് പല വഴിക്കും യാത്ര തിരിച്ചവന് മാത്രമേ അവസാനം ഈ വഴിയിൽ അവിടെ എത്താൻ പറ്റൂ. അല്ലാത്തവന് പറ്റത്തില്ല. കാരണം എന്താണ്? അവിടെ ചെന്നാൽ അവിടെ പിടിച്ചു നിൽക്കണം. അവിടുത്തെ തണുപ്പും അവിടുത്തെ പ്രതികൂലതകളെല്ലാം അതിജീവിച്ച് അവിടെ നിൽക്കണമെങ്കിൽ ആ എവറസ്റ്റുമായിട്ട് നല്ല പരിചയമുള്ളവനെ പറ്റും, അല്ലാത്തവന് പറ്റത്തില്ല. ഇനി അത്തരം ഒരു പരിശ്രമവും ചെയ്യാത്ത ഒരാളെ നേരെ എവറസ്റ്റിന്റെ മുകളിൽ തൂക്കി ഇറക്കിയെന്ന് വിചാരിക്കുക, അയാൾ ഉടൻ ചത്തുപോകും. അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ പ്രതികൂലങ്ങളെയും അയാൾക്ക് അതിജീവിക്കാൻ പറ്റത്തില്ല. കാരണം അയാളുടെ ഭാഗത്ത് പരിശ്രമങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ നമ്മൾ മുകളിലോട്ട് കയറുന്ന ആ പരിശ്രമങ്ങളാണ് ഇവിടുത്തെ മറ്റെല്ലാ സാധനങ്ങളും. മാണ്ഡൂക്യം എന്താണ് ചെയ്യുന്നത്? അതിന്റെ മേളിൽ കൊണ്ടുവന്ന് നമ്മളെ തൂക്കി ഇറക്കുകയാണ്. പരിചയമില്ലാത്തവനാണെങ്കിൽ അവിടെ കിടന്ന് ചത്തുപോകത്തേ ഉള്ളൂ. ഭാഷ്യവും അതാ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവിടെ ഇത് ഫലപ്രദമാകത്തില്ല എന്നർത്ഥം. ആ ഒരു ഭാഗത്ത് നമ്മൾ വിസ്മരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ശ്രവിക്കുന്നതിനും ശ്രവിച്ചാൽ കാര്യം ബോധ്യപ്പെടുന്നതിനും ആൾക്കാർ കുറവാണ്. മറ്റുള്ളതിനുള്ളതുപോലെയുള്ള ആൾക്കൂട്ടം ഇതിനുണ്ടാകത്തില്ല. ശ്രമം വേറെ ഭാഗത്ത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ശ്രമമെല്ലാം ഇവിടെ അവസാനിക്കും. അതിന് ശ്രമം ആവശ്യമില്ല. ഇത് അനായാസമായി സിദ്ധമാകുന്നതാണ്. പക്ഷെ അതിന് യോഗ്യത ഒരു പ്രധാനമായ കാരണമാണ്. ഈ കാര്യങ്ങളെ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. മറ്റുള്ളതിനെല്ലാം നിഷേധിച്ചിട്ടല്ല, മറ്റുള്ളതെല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇതതിന്റെ അവസാനമായി മനസ്സിലാക്കും. അത്തരമൊരു കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇനി ഇത് ഒരാൾക്ക് പിടികിട്ടുന്നില്ലെങ്കിലോ? ഒരാളെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് നേരെ തൂക്കി മേളിലിറക്കി,
അയാൾക്ക് അവിടെ നിൽക്കാൻ വഴിയില്ലെങ്കിൽ എന്താണ്, ഒരേ ഒരു വഴി പെട്ടെന്ന് താഴോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. നേരെ താഴോട്ട് പോകുക, അവിടെ നിന്ന് താഴോട്ട് നിരങ്ങുക, ഹിമാലയത്തിന്റെ ചുവട്ടിൽ വരും. അതേ ഉള്ളൂ ഒരു വഴി. അപ്പൊ ഇതിന് രണ്ടിന് സ്ഥാനമാണ്. ശാസ്ത്രം ചിലപ്പോൾ എന്ത് ചെയ്യും, താഴെ നിന്നും പതുക്കെ പതുക്കെ പിടിച്ച് മേളിലോട്ട് കയറ്റിക്കൊണ്ടുപോകും. അപ്പൊ അവിടെ എല്ലാം സാർത്ഥകമായി തീരും. എല്ലാ സാധനങ്ങൾക്കും ഓരോരോ തലങ്ങളിൽ നിലനിൽപ്പ് വരും. ചിലപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ കയറിപ്പോകുന്ന പലരെയും കാണുമ്പോൾ ഇവരെ അധികം കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന്റെ ആ പരമാവധിയെ വെളിപ്പെടുത്തും. ഇന്നതാണ് അത് സ്വീകരിക്കുന്നതിനുള്ള ഈശ്വരകൃപ ഉള്ളവർക്ക് അത് സ്വീകരിക്കാം. എല്ലാത്തിനും അതാതിന്റെ സ്ഥാനങ്ങളുണ്ട്. ഇത് മറ്റൊന്നിനെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിൽ മറ്റെല്ലാം അന്തർഭവിക്കുന്നു. നമ്മൾ ഇതിൽ പഠിച്ചല്ലോ, യാവാനർത്ഥ ഉദപാനെ സർവത സമ്പൃതോദകെ ബ്രാഹ്മണസ്യ വിജാനത. ആ ജ്ഞാനിയായ ബ്രാഹ്മണന്റെ ആ ജ്ഞാനത്തിൽ സർവവും അന്തർഭവിക്കുന്നു എന്ന് പറഞ്ഞത് വേറെ തരത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിത് പറയുന്നത് ഇനിയിപ്പോൾ നമ്മളടുത്ത് പറയാൻ പോകുന്ന ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞു, തഥാച ഭക്ഷ്യതി ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. ആ സത്യം പ്രകാശിക്കുമ്പോൾ ദ്വൈതത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതെങ്ങനെ പ്രകാശിക്കുന്നു? നിഷേധ പ്രമാണത്തിലൂടെ. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ അതിന്റെ സന്ദർഭമാണ്, അതുകൊണ്ട് അതങ്ങനെ പറയും. പിന്നീട് മറ്റൊന്നിനും, മറ്റ് സാധനങ്ങൾക്കും മറ്റ് സാധ്യങ്ങൾക്കും ഒന്നിനും അവിടെ നിലനിൽക്കില്ല. അതിലെല്ലാം അപ്രത്യക്ഷമാകുന്നു. നവിദ്യത നിലനിൽക്കുന്നില്ല, അപ്രത്യക്ഷമായി പോകുന്നു. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിന്റെ മഹത്വം ഇതാണ്. സർവദ്വൈത ഉപശമം അവിടെ സംഭവിക്കുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല. ആ ശ്രോതാവ് ബന്ധനത്തിൽ നിന്നും മുക്തനാകുന്നു എന്നേ അതിനർത്ഥമുള്ളൂ, ഇവിടെ പറയുന്നതിനർത്ഥം. അല്ലാതെ നമ്മുടെ മുമ്പിൽ നിന്നും ദൃശ്യങ്ങളെല്ലാം മറഞ്ഞു പോകുന്നു എന്നുള്ള അർത്ഥമല്ല. അതിന് മുമ്പ് പറഞ്ഞല്ലോ, ദൃശ്യങ്ങൾ മറയണമെങ്കിൽ ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ സമാധിയെ ശീലിച്ച് അതിലിരുന്നാൽ മതി. അതിന് ശ്രവണത്തിന്റെ ആവശ്യമില്ല. ശ്രവണം അങ്ങനെയല്ല, ബന്ധനത്തിൽ നിന്ന് അവനെ മുക്തനാകുന്നു. ബന്ധിക്കുന്ന സർവവും നിലനിൽക്കെ തന്നെ അതിൽ നിന്ന് അവന് സ്വതന്ത്രനാകുന്നു. അതാണ് ആ ജ്ഞാനത്തിന്റെ മഹത്വം. ഇവിടെ പറഞ്ഞ പ്രതിഷേധ വിജ്ഞാന പ്രമാണം എന്ന് പറഞ്ഞ ആ ജ്ഞാനത്തിന്റെ മഹത്വം അതാണ്. ആ ജ്ഞാനത്തെക്കുറിച്ച്, ആ ജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നു, ആ ജ്ഞാനപ്രാപ്തിക്ക് നമുക്ക് തടസ്സമായിരിക്കുന്ന എന്താണോ ആ ജ്ഞാനത്തെക്കുറിച്ചുള്ള നമ്മുടെ തന്നെ സങ്കല്പങ്ങളാണ്. ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? നമ്മളൊരാളെ കുറിച്ച് പറയുന്നു അയാൾ ജ്ഞാനിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം എന്താണ്? അയാൾ എപ്പോഴും ഒരു ജ്ഞാനവുമായിട്ട് നടക്കുകയാണ്. ഏത് സമയവും അയാളൊരു ജ്ഞാനമിരിക്കും. അതൊരു വലിയ ജ്ഞാനമാണ്, അല്ലെങ്കിൽ ഒരു നീണ്ട ജ്ഞാനമാണെന്നും പറയാം. ഞാൻ കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അയാൾ ജ്ഞാനിയായിരുന്നു, ഈ വർഷവും ജ്ഞാനിയാണ്. വരുന്ന വർഷങ്ങളിലും അയാൾ ജ്ഞാനിയായിരിക്കണമെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും വരുന്ന വർഷങ്ങളെയൊക്കെ ബന്ധപ്പെടുത്തുന്ന ഒരു നീണ്ട ജ്ഞാനം ഇയാളിരിക്കണം. അങ്ങനെ ആയാലേ നമ്മൾ അയാളെ ജ്ഞാനിയെന്ന് അംഗീകരിക്കത്തുള്ളൂ. ജ്ഞാനിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ആരെയും ജ്ഞാനിയായിട്ട് അംഗീകരിക്കാൻ ഒക്കത്തില്ല.
കാരണം ജ്ഞാനി ചിരിച്ചാൽ ജ്ഞാനം പോയി, കരഞ്ഞാൽ ജ്ഞാനം പോയി, ഉണർന്നിരുന്നാൽ ജ്ഞാനം പോയി, ഉറങ്ങിയാൽ ജ്ഞാനം പോയി. ഇവിടെയൊക്കെ ജ്ഞാനം എങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ സങ്കല്പങ്ങൾ വച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ജ്ഞാനിയായിട്ട് ആരെയും അംഗീകരിക്കാൻ ഒക്കത്തില്ല. കാരണം ഉറങ്ങുകയും ഉണരുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നവനെങ്ങനെ ജ്ഞാനമാകും? അവനിലെങ്ങനെ ജ്ഞാനം നിൽക്കും? അവനെങ്ങനെ ജ്ഞാനിയാകും? പരമാവധി നമുക്ക് ജ്ഞാനിയെക്കുറിച്ച് സങ്കല്പിക്കാമെന്നുള്ള എന്താണോ? ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം ഒഴിഞ്ഞ് പ്രപഞ്ചത്തെ വിസ്മരിച്ച് ഉണരാതെ ഉറങ്ങാതെ സമാധിയിലിരിക്കുന്ന ഒരാൾ. അവരെ നമ്മൾ ജ്ഞാനിയായിട്ട് അംഗീകരിക്കും, പരമാവധി ചെന്നാൽ. പക്ഷെ അങ്ങനെ ഒരാള് എവിടെയാണ് ഇരിക്കുന്നത്? ചില പുസ്തകങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിലര് പോയി അന്വേഷിക്കാറുണ്ട്, ഏതെങ്കിലും ഗുഹയിലിരിപ്പുണ്ടോ, എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാൻ പറ്റുമോ അങ്ങനെ ഒരാളിനെ. അതിനുള്ള സാധ്യത വിരളമെന്നാണ്. പ്രേതത്തെ പോലെ ഇരിക്കുന്ന ഒരാളിന് ഏതെങ്കിലും ഗുഹയിൽ ഉണരാനേ പാടില്ല, ഉറങ്ങാനും പാടില്ല. അങ്ങനെ ഇരിക്കുന്നവരെ കാണാൻ പ്രയാസമാണ്. കണ്ടുകൂടായികയില്ല, എന്തായാലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ജ്ഞാനി. എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജ്ഞാനി എന്ന് പറഞ്ഞാൽ സമാധി ഇരിക്കുന്നതാണ്. കാരണം അപ്പോൾ ജ്ഞാനം അവിടെ ഇളകാതിരിക്കും, ഉറച്ചിരിക്കും. ഞാൻ സമാധിക്ക് ഭംഗം വന്നാൽ ജ്ഞാനത്തിന് ഭംഗം വന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജ്ഞാനികളായി കാണുന്നത് റോഡിലൊക്കെ അരഞ്ഞു കിടക്കുന്ന ഭ്രാന്തന്മാരെയാണ് നമ്മളെ സംബന്ധിച്ച് ജ്ഞാനികൾ. നമ്മൾ പറയാതെ അവധൂതനാണ്. നമ്മളെപ്പോലെ അല്ലാത്തതുകൊണ്ട്, നോർമൽ അല്ലാത്തതുകൊണ്ട് ജ്ഞാനിയുന്നുണ്ട്. ഈ രണ്ട് തരക്കാരെയാണ് നമ്മൾ ജ്ഞാനിയായിട്ട് കാണുന്നത്. അപ്പൊ ജ്ഞാനത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? ജ്ഞാനസ്യ ദ്വൈത നിവൃത്തി ക്ഷണം വ്യതിരേകേണ ക്ഷണാന്തര അനവസ്ഥാന എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനിക്കൊരിക്കലും ഈ ജ്ഞാനത്തിന്റെ ഭാരം ചുമക്കേണ്ടതായി വരത്തില്ല. ജ്ഞാനത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അതല്ല ജ്ഞാനി ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണ്? ആ പ്രതിഷേധ വിജ്ഞാനം, നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം, ആ വിജ്ഞാനം ദ്വൈതത്തെ നിവർത്തിപ്പിക്കും. നേരത്തെ പറഞ്ഞു പ്രമാതൃത്വാദി ഭേദത്തെ നിവർത്തിപ്പിക്കും. തന്റെ വാസ്തവ സ്വരൂപത്തെ, തന്റെ അല്ലെങ്കിൽ ആ തുര്യന്റെ പ്രകാശനത്തിന് തടസ്സമാണെന്ന് കരുതിയിരുന്നവ, അതിനെ തടസ്സപ്പെടുത്താൻ ഒന്നിനും സാധ്യമല്ല. പക്ഷെ അതിന് തടസ്സമാണെന്ന് കരുതിയിരുന്ന പ്രാജ്ഞ, തൈജസ, വിശ്വഭേദങ്ങളെല്ലാം അത് നിവർത്തിപ്പിക്കും. അതാണ് ദ്വൈത നിവൃത്തി. അതാണ് ജ്ഞാനത്തിന്റെ ജോലി. അത് നിവർത്തിച്ചു കഴിഞ്ഞാൽ, അത് നിവർത്തിക്കുന്ന ഒരു ക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തിന്റെ ഉത്പത്തി ക്ഷണം. ഉത്പത്തി എന്ന് പറഞ്ഞാലും ഉടനെ നമ്മുടെ മനസ്സിൽ എന്താണ്? ഒരു ജനനം, ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വൃക്ഷം വളരുന്നത് പോലെ, അങ്ങനെയുള്ള ഒരു ജനനമൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു ജനനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്നാൽ തന്നെ പറയാനൊരു വാക്ക് ഉപയോഗിച്ചാൽ എന്ത് പറയും? ജ്ഞാനത്തിന്റെ ഉത്പത്തി ക്ഷണം. ഏതൊരു ക്ഷണമാണോ ഇവനിൽ നിന്ന് ഈ മോഹം മാറുന്നത്, താൻ ഇന്നതൊന്നും അല്ല എന്ന് ബോധിക്കുന്നത്, തന്റെ സങ്കല്പങ്ങളിൽ താൻ കാണുന്നതൊന്നും അല്ല താൻ എന്ന് ഏതൊരു നിമിഷമാണോ ഒരുവൻ ബോധിക്കുന്നത്, അതാണ് ദ്വൈത നിവൃത്തി ക്ഷണം. അതിനപ്പുറം പിന്നെ ജ്ഞാനത്തിന് പ്രസക്തിയില്ല അവിടെ. ആ ക്ഷണം വ്യതിരേകേണ ക്ഷണാന്തര അനവസ്ഥാന. അതിനടുത്തൊരു ക്ഷണം കൂടി ജ്ഞാനത്തിന് നിൽക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ജ്ഞാനം എന്ന് പറയുന്നത്
നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു കാര്യമില്ല. ഏതൊരു സമയമാണോ ഈ പ്രതിഷേധ വിജ്ഞാനം, ആ ബോധ്യപ്പെടൽ അവന് സംഭവിക്കുന്നത്, അടുത്ത നിമിഷം പിന്നെ ആ ജ്ഞാനത്തിനൂടെ യാതൊരു നിലനിൽപ്പുമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം ഈ ജ്ഞാനവും ഈ ദ്വൈതത്തിൽപ്പെടുന്നതാണ്. ദ്വൈത നിവൃത്തി എന്ന് പറയുമ്പോൾ ആ ജ്ഞാനവും അതിൽ നിവർത്തിച്ചേ പറ്റൂ. ജ്ഞാനത്തിനവിടെ നിലനിൽക്കാൻ സാധ്യമല്ല. ഏതൊരു ജ്ഞാനമാണോ ഈ ദ്വൈതത്തെ നിവർത്തിപ്പിച്ചത്, ഇതൊന്നും അല്ല എന്ന് തന്റെ സ്വരൂപത്തെ ആന്തരികമായി തനിക്ക് ബോധ്യപ്പെടുത്തിയത്, ആ ക്ഷണത്തിന് അപ്പുറം ആ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ആ ജ്ഞാനം നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? അവനിൽ ആ ജ്ഞാനത്തിന്റെ ആവശ്യം ഈ ഭ്രാന്തിയെ നശിപ്പിക്കലായിരുന്നു. ഞാൻ ഇന്നതൊക്കെയാണ് എന്നുള്ള ആ ഭ്രാന്തിയെ നശിപ്പിക്കുക. ആ ഭ്രാന്തിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനം അതിന്റെ തന്നെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. കാരണം ജ്ഞാനം ഉത്പന്നമായതാണ്. നിത്യമായിരിക്കുന്ന ആത്മാവിന് തുര്യന് ഒന്നും ഉത്പന്നമാകാൻ പറ്റത്തില്ല. ജ്ഞാനം ചെയ്യുന്ന എന്താണ്? അതിലുള്ള ഭ്രാന്തി ഇല്ലാതാക്കുകയാണ്. ആ ഭ്രാന്തി ഇല്ലാതാകുമ്പോൾ ആ ജ്ഞാനവും അതിനോടൊപ്പം തന്നെ പോകും. പിന്നീട് അടുത്തൊരു ക്ഷണം ജ്ഞാനം നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്നു എന്ന് കരുതിയാൽ അവിടെ ദോഷവും വരും. ഒരാൾ നീണ്ട ഒരു ജ്ഞാനവുമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജ്ഞാനിയല്ല. ജ്ഞാനി എന്ന് പറയുന്ന ശബ്ദത്തിന് സദാ ജ്ഞാനവും കൊണ്ട് നടക്കുന്നവനെന്നുള്ള ഒരർത്ഥമല്ല. അങ്ങനെ ഒരർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. ഏതൊരു ജീവനിലാണോ ആ വിജ്ഞാനം കൊണ്ട് അജ്ഞാനമില്ലാതായത്, അതാണ് ആ ജീവനെയാണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുന്നത്. ആ അജ്ഞാനനാശം ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനവും അജ്ഞാന കാര്യമാണ്. അജ്ഞാനനാശത്തോടൊപ്പം ആ ജ്ഞാനവും നശിക്കും. അത് സാധാരണ പറയാറുണ്ടല്ലോ, വിദ്യ കൊണ്ട് അവിദ്യ നശിക്കുന്നു. അവിദ്യയും പിന്നീട് ഉപയോഗശൂന്യമായി തീരുന്നു. നദി കടക്കുന്നതിന് ഉള്ള ഉപായം മാത്രമാണ് വള്ളം, തോണി, ചങ്ങാടം, ഇതെല്ലാം. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചങ്ങാടം എടുത്ത് തലയിൽ പിടിക്കേണ്ട കാര്യമില്ല, ചുമക്കേണ്ട കാര്യം വരുന്നില്ല. അതുപോലെ ഭേദം നിവൃത്തിക്കുള്ളതാണ് ജ്ഞാനം. ജ്ഞാനം അതിന്റെ കാര്യത്തെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനം എന്തിനും നിലനിൽക്കണം. അതുകൊണ്ട് അതിന് ഉത്പത്തി ക്ഷണം അത് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു ക്ഷണത്തിൽ ജ്ഞാനം നിൽക്കുന്നത്. അപ്പോൾ ചില ചോദിക്കും, അപ്പോ ജ്ഞാനിമാർ അവർ പ്രസംഗിക്കുന്നു, എഴുതുന്നു, ഭാഷ്യകാരൻ തന്നെ ഇത്രയൊക്കെ എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു, ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? അതിന് നേരത്തെ പറഞ്ഞു, പലതവണ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതിനാണ് പ്രാരബ്ധം എന്ന് വിളിക്കുന്നത്. നശിച്ചാലും സർവ്വം അനുവർത്തിക്കുന്നു. നശിച്ചത് ആ നശിച്ച രൂപത്തിൽ എന്തും അനുവർത്തിക്കാം. എന്തൊക്കെ അവരുടെ പ്രാരബ്ധത്തിലുണ്ടായിരുന്നു അതെല്ലാം അനുവർത്തിക്കും. ജ്ഞാനമായിട്ടോ അജ്ഞാനമായിട്ടോ എല്ലാം അനുവർത്തിക്കാം. അതൊന്നുമല്ല ഒരുവനെ ജ്ഞാനിയാക്കുന്നത്. ജ്ഞാനിയാക്കി എന്താണോ ആ ശ്രവണത്തിൽ നിന്നും അയാളിൽ സംഭവിച്ച ആ ഭേദനിവൃത്തി,
അതിന് കാരണമായ ആ ജ്ഞാനം അതാണ്. അതിന്റെ നാശത്തിന് ശേഷം പിന്നെ എന്തെല്ലാം അനുവർത്തിക്കുന്നുണ്ടോ, അയാളുടെ ശരീരം, മനസ്സ്, ആ മനസ്സിൽ വരുന്ന ജ്ഞാനവും അജ്ഞാനവും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അത് ജ്ഞാനത്തിന്, അയാളുടെ മോക്ഷത്തിന് ഇതൊന്നും തടസ്സമല്ല. അയാളുടെ മോക്ഷത്തെ ഭഞ്ജിക്കുന്നതിന് ഇതിനൊന്നും തന്നെ ശേഷിയില്ല. കാരണം എന്തുകൊണ്ട്? അജ്ഞാനം നശിച്ചു കഴിഞ്ഞു. അവിടെയും സംശയം വരാം. നമ്മൾ സാധാരണ കാണാറുണ്ട്, എന്താണ്, ഒരു വെളിച്ചം കൊളുത്തുന്നു, ഇരുട്ട് മാറുന്നു, വെളിച്ചം അണയുമ്പോൾ വീണ്ടും ഇരുട്ട് വരും. അതുപോലെ ജ്ഞാനം, ശ്രുതി, നമ്മുടെ ഈ അനുഭവം അതാണ്. നമ്മൾ എല്ലാ ദിവസവും ജ്ഞാനിയാവും, പിറ്റേ ദിവസം അജ്ഞാനിയാവും. ഇതല്ലേ വാസ്തവത്തിൽ സംഭവിക്കത്തുള്ളൂ. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞ്, ജ്ഞാനവും നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനം വന്നൂടെ? അദ്വൈതം ആണ് പരമാർത്ഥം, അതിലത് സംഭവിക്കത്തില്ല. ദ്വൈതത്തിൽ സംഭവിക്കാം. അതാണ് നമ്മളിൽ സംഭവിക്കുന്നത്. ദ്വൈതത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ അനേക വെളിച്ചങ്ങളും അനേക ഇരുട്ടുകളുമുണ്ട്. ഒരു വെളിച്ചം ഒരു ഇരുട്ടിനെ നശിപ്പിക്കും. അങ്ങനെ അനേക വെളിച്ചങ്ങൾ അനേക ഇരുട്ടുകളെ നശിപ്പിക്കുന്നു, വീണ്ടും ഇരുട്ട് ഉണ്ടാകുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. അദ്വൈതത്തിൽ അനേകമില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒന്നേ ഉള്ളൂ, എന്നാലും താൻ അജ്ഞനായിരിക്കുന്നു എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടിനെ കാണാം. എന്താണ്? ആത്മാവും അവന്റെ മോഹവും. ആ മോഹം ഏകമാണ്, അജ്ഞാനം ഏകമാണ്. അത് ജ്ഞാനപ്രകാശം കൊണ്ട് നശിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് വരാനായിട്ടൊരു അജ്ഞാനമില്ല. ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നീട് അജ്ഞാനം അവനെ പിടികൂടുന്നില്ല. മറ്റൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്നും നമ്മൾ ജ്ഞാനത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ജ്ഞാനിയും അജ്ഞാനിയും ആയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ ജ്ഞാനിയാകുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള ജ്ഞാനിയാണ് ആകുന്നത്. നമ്മൾ അജ്ഞാനിയാകുന്നതോ നമ്മുടെ സങ്കല്പത്തിലുള്ള അജ്ഞാനിയാകുകയാണ്. നമ്മുടെ സങ്കല്പത്തിന്റെ തന്നെ സൃഷ്ടിയാണ് നമ്മുടെ ജ്ഞാനവും അജ്ഞാനവും. ഇവിടെ പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ചല്ല, ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ജ്ഞാനിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അത് പലതും ഭ്രാന്തമായ സങ്കല്പങ്ങളാണ് ഒട്ടുമുക്കാലും. ആ ഭ്രാന്തമായ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരം നമ്മളിൽ സംഭവിക്കുമ്പോൾ നമ്മൾ കരുതുന്നു ഞാൻ ജ്ഞാനിയായി എന്ന് കരുതുന്നു. അന്ന് ശ്രുതി ബോധിപ്പിച്ച്, അല്ലെങ്കിൽ ശ്രുതി ബോധിപ്പിച്ചപ്പോൾ നമ്മൾ ബോധിച്ചതല്ല. ശ്രുതി ഒന്ന് ബോധിപ്പിച്ചു, നമ്മൾ നമ്മുടേതായ രീതിയിൽ ഗ്രഹിച്ചു. ദേവന്മാരും അസുരന്മാരും പോയി ഉപദേശം സ്വീകരിച്ചത് ബോധിപ്പിക്കുന്നതുകൊണ്ട് ബോധ്യപ്പെടണമെന്നൊന്നുമില്ല. ഇവിടെ എന്താണ് പറയുന്നത്? ജ്ഞാനത്തെ സംബന്ധിച്ച് ശ്രുതി എന്താണ് പറയുന്നത്? നിങ്ങളോട് ജ്ഞാനത്തെ ആർജിക്കാനല്ല പറയുന്നത്, നിങ്ങളുടെ ഭ്രാന്തിയെ നിവർത്തിപ്പിക്കാനാണ് പറയുന്നത്. എന്തിനെങ്കിലും നേടുന്നതിനുള്ള ഒരറിവ് ശ്രുതി തരികയല്ല ചെയ്യുന്നത്. ഭേദത്തെ നിവർത്തിപ്പിക്കുന്നതിന് നിങ്ങളെ ബോധിപ്പിക്കുന്നേ ഉള്ളൂ. ആ ഭേദനിവൃത്തി ആ ബോധ്യപ്പെടലിലൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. കാരണം പിന്നീടിവിടെ ഭേദമില്ല. നിവൃത്തിച്ചാൽ പിന്നെ എങ്ങനെയാ ഭേദം ഉണ്ടാകുന്നത്? അതുകൊണ്ടിവിടെ പറയുന്നു ജ്ഞാനസ്യ ദ്വൈത നിവൃത്തി ക്ഷണം വ്യതിരേകേണ. ഈ ജ്ഞാനം ശ്രുതി
ഈ ശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം. ആ ജ്ഞാനം വളരെ സ്പഷ്ടമായ ജ്ഞാനമാണ്. എന്താണ്? വിശ്വ തൈജസ പ്രാജ്ഞരൂപത്തിൽ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങളിൽ മാറാതെ, അടുത്ത് അതിനെക്കുറിച്ച് വീണ്ടും പറയും, ബോധരൂപത്തിൽ അല്ലെങ്കിൽ അറിവായി സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് സത്യം. ബാക്കി എന്തൊക്കെ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അതൊന്നും പരമാർത്ഥമല്ല, അത് ഭ്രാന്തമാണ്. ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ആ അറിവിൽ കൽപ്പിച്ചതാണ് ബാക്കി സർവവും, ആരോപിക്കപ്പെട്ടതാണ് ബാക്കി സർവവും. അറിവാണ് നിന്റെ തനിസ്വരൂപം, യഥാർത്ഥ സ്വരൂപം. അതാണ് നിന്റെ പാരമാർത്ഥികമായ നില. അതൊരിക്കലും മറയുന്നില്ല. അത് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു, സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെന്തനുഭവപ്പെടുന്നോ അതെല്ലാം ആരോപിതമായി, അപരമാർത്ഥമായി ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിക്കുന്ന അറിവാണ് ഇവിടെ പറയുന്നത്. അതങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആ നിമിഷം ആ ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ നീണ്ട ഒരറിവിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് പറയുന്നു ദ്വൈത നിവൃത്തി ക്ഷണം വ്യതിരേകേണ. അങ്ങനെ ഒരു ക്ഷണത്തെ നിങ്ങൾ കൽപ്പിക്കുക. ആ ജ്ഞാന പ്രകാശിക്കുന്ന ക്ഷണമെന്ന് വാസ്തവത്തിൽ അവിടെ ഒരു ക്ഷണമില്ല, പക്ഷെ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു ക്ഷണത്തെ നിങ്ങൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ ശ്രുതി ബോധിക്കുന്നതിന് സ്വയം ബോധ്യപ്പെടുക. കൽപ്പനയുടെ ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷണാന്തര അനവസ്ഥാന. ജ്ഞാനം എന്ന് പറയുന്നത് മറ്റൊരു ക്ഷണത്തിൽ നിലനിൽക്കുന്നതല്ല. അതും ഭ്രാന്തിയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. ഭ്രാന്തി നശിക്കുമ്പോൾ അതും നശിക്കുന്നു എന്നർത്ഥം. പക്ഷെ നമ്മുടെ സങ്കല്പത്തിൽ അങ്ങനെയല്ല. ഞാൻ സദാ ജ്ഞാനവാനായിട്ടിരിക്കുന്നു. ഏതോ ഒരു ജ്ഞാനത്തെ അയാൾ നിരന്തരം സൂക്ഷിക്കുന്നുണ്ട്, നശിക്കാതെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന അദ്വൈത ബോധമല്ലാതെ ഇവിടെ പറയുന്ന ആത്മമോക്ഷം അതുകൊണ്ട് സംഭവിക്കത്തില്ല. സംസാര നിവൃത്തി, ദുഃഖ നിവൃത്തി എന്നൊന്നും പറയുന്നത് അതുകൊണ്ട് സംഭവിക്കത്തില്ല. അതാണ് അവസ്ഥാനേജ അനവസ്ഥാ പ്രസംഗാത് ദ്വൈത അനിവൃത്തി. നിങ്ങൾ അങ്ങനെ ഒരു ജ്ഞാനത്തെ ബലാത്കാരമായി സ്വീകരിച്ചേ മതിയാവൂന്ന് കരുതുകയാണെങ്കിൽ, നശിക്കാത്ത ഒരു ജ്ഞാനം, ആ ജ്ഞാനം കൊണ്ട് ഞാൻ എന്നും ജ്ഞാനിയായി തന്നെ ഇരിക്കും എന്ന് കരുതുന്നുവെങ്കിൽ അനവസ്ഥാദോഷം വരും. എന്തുകൊണ്ട്? ജ്ഞാനമുണ്ടായി, അജ്ഞാനം നിവർത്തിച്ചു. എവിടെ ജ്ഞാനം ഉണ്ടായത്? തുര്യന്. തുര്യൻ സ്വയം പ്രകാശിച്ച് ജ്ഞാനസ്വരൂപനായിരിക്കെ ആ തുര്യനിൽ മറ്റൊരു ജ്ഞാനം ഉണ്ടായി. ആ ജ്ഞാനം എന്ത് ചെയ്തു? ഈ അജ്ഞാനത്തെല്ലാം നശിപ്പിച്ചു. ഇവിടെ രണ്ടുപേര് മാത്രം ബാക്കിയായി, തുര്യനും തുര്യന്റെ ജ്ഞാനവും. ഇനി തുര്യന് മോക്ഷം വേണമെങ്കിൽ താൻ തന്നെ സൃഷ്ടിച്ച ജ്ഞാനത്തെ നശിപ്പിക്കണം. അതെങ്ങനെ നശിപ്പിക്കും? തുര്യന് വേറൊരു ജ്ഞാനത്തെ സൃഷ്ടിക്കേണ്ടി വരും, ആദ്യത്തെ ജ്ഞാനത്തെ കൊല്ലുന്നതിന് വേണ്ടി. ആ ജ്ഞാനം വന്ന് ഇതിനെ കൊന്നുകഴിഞ്ഞാലോ കൊന്നവൻ ശേഷിക്കും. അവനെ കൊല്ലാൻ വേറൊരു ജ്ഞാനം, അവനെ കൊല്ലാൻ വേറൊരു ജ്ഞാനം. ഇതിങ്ങനെ തുര്യനിൽ സദാ ജ്ഞാനം സ്ഫുരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നീണ്ട ജ്ഞാനം തന്നെ വരും, ജ്ഞാനത്തിന്റെ ഒരു പരമ്പര തന്നെ വരും. അങ്ങനെ ഈ ജ്ഞാനത്തെ തേടിപ്പോയി ജ്ഞാനത്തിന്റെ പരമ്പരയെ സൃഷ്ടിക്കുന്നവരിൽ ചിലരൊക്കെയാണ് ഈ റോഡ് സൈഡിൽ അവധൂതന്മാരായി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. എന്നുവെച്ചാൽ ഉറക്കം വരത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നീട് ഉറക്കം വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും അവസ്ഥ. മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടു. അതാണ് അനവസ്ഥാ പ്രസംഗത്തിന്റെ ദോഷം.
കാരണം നിരന്തരം ജ്ഞാനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ജ്ഞാനത്തെ മറ്റൊരു ജ്ഞാനം നശിപ്പിച്ചു, അതിനെ മറ്റൊന്ന് നശിപ്പിച്ചു, ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നാൽ ഈ ജ്ഞാന സന്തതിക്ക്, ജ്ഞാന പരമ്പരയ്ക്ക് അവസാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഉറങ്ങാൻ പറ്റത്തില്ല, അത് തന്നെ സംഭവിക്കുന്നു. ഉറങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇവിടെ പക്ഷെ അതല്ല ഒരു ദോഷമായിട്ട് പറയുന്നത്. താത്വികമായ ദോഷം പറയുന്നത് ദ്വൈത അനുവൃത്തി. ദ്വൈത നിവൃത്തി സംഭവിക്കത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ വരാമെന്നുള്ള ഒരു ദോഷമാണ്. ഇവിടെ പറയുന്നത് തത്വചിന്തയിൽ വരുന്ന ദോഷം എന്താണ്? തുര്യനിൽ ജ്ഞാനം ഉണ്ടായി, ആ ജ്ഞാനത്തെ നശിപ്പിക്കാൻ മറ്റൊരു ജ്ഞാനം ഉണ്ടായാൽ അത് നശിക്കും, പക്ഷെ ആ ജ്ഞാനം ശേഷിക്കും. അപ്പൊ തുര്യനും തുര്യന്റെ ജ്ഞാനവുമാവും. ജ്ഞാനിയും ജ്ഞാനവും. ജ്ഞാനമുള്ളവനെയാണ് നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനത്തിൽ നമ്മൾ വേറൊരു ജ്ഞാനത്തെ കൂടെ അയച്ചു കെട്ടുകയാണ്, എന്നിട്ടാണ് പറയുന്നത് ജ്ഞാനി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ജ്ഞാനം അസ്ഥിതി ജ്ഞാനി. ജ്ഞാനം ഏതൊരുവനാണോ നിലനിൽക്കുന്നത് അവനാണ് ജ്ഞാനി എന്നാണ്. ജ്ഞാനം എവിടെയാ നിലനിൽക്കേണ്ടത്? ഈ തുര്യനിൽ. തുര്യനിൽ ജ്ഞാനം നിലനിന്നു കഴിഞ്ഞാൽ, തുര്യൻ സ്വയം ജ്ഞാനമായിരിക്കെ, തുര്യൻ സ്വയം പ്രകാശിക്കുന്ന അറിവായിരിക്കെ അതിൽ മറ്റൊരു ജ്ഞാനം കൂടെ നിന്നു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന് നമ്മൾ വിളിക്കുന്ന എന്താണ്? തുര്യന്റെ ജ്ഞാനം എന്ന് പറയും. അതാണ് ദ്വൈതം. തുര്യനും തന്റെ ജ്ഞാനവും ദ്വൈത അനുവൃത്തി. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ധരിക്കുന്ന ജ്ഞാനിയിലെ ജ്ഞാനത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല. ജ്ഞാനിയിൽ ജ്ഞാനം സംഭവിക്കാം. ജ്ഞാനിയിൽ ജ്ഞാനം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ശ്രുതി ശ്രമിക്കുന്നത്. ആ ജ്ഞാനം സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രവണം കൊണ്ട് ആ ദ്വൈത നിവൃത്തി സംഭവിക്കും. അത് സംഭവിച്ചാൽ പിന്നെ അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. പിന്നെ എന്തായിരിക്കും? ചില ചോദിക്കും. അപ്പോ ജ്ഞാനം വന്നു, ജ്ഞാനം നശിച്ചു, ബ്രഹ്മവും നശിച്ചു, പിന്നീടെന്താ എന്ന് ചോദിച്ചതിന്റെ താല്പര്യം പിന്നീട് എന്തിനെ ആശ്രയിച്ച് ജ്ഞാനിയിൽ വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു എന്നാണ്. അജ്ഞനായിരുന്നപ്പോൾ എന്തിനെ ആശ്രയിച്ചാണോ വ്യവഹാരങ്ങൾ സംഭവിച്ചിരുന്നത് ആ ഉപകരണങ്ങളെല്ലാം തുടർന്ന് നിലനിൽക്കുന്നു. എന്നാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് വെന്ത കയറ് പോലെ, കരിഞ്ഞ വസ്ത്രം പോലെ എന്നെല്ലാം പറയുന്നു. ആ ഉപകരണങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ട് വീണ്ടും വ്യവഹാരങ്ങളെല്ലാം നടക്കും. ജ്ഞാനിക്ക് ജ്ഞാനം പ്രസംഗിക്കുന്നതിന് ജ്ഞാനനാശം തടസ്സമല്ല എന്ന് ചുരുക്കം. നമുക്കറിയാമല്ലോ, ജ്ഞാനമില്ലാതെയും ജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗിക്കാമെങ്കിൽ, ജ്ഞാനം പ്രാപിക്കാതെ തന്നെ ഒരുവരെ ജ്ഞാനത്തെക്കുറിച്ച് പ്രസംഗിക്കാമെങ്കിൽ അതിനും അനായാസമായി ദ്വൈത നിവൃത്തിക്ക് ശേഷം ഒരാൾക്ക് പ്രസംഗിക്കാം. എന്നുവെച്ചാൽ ശിഷ്യോപദേശം കൊടുക്കാം, മറ്റു കാര്യങ്ങളെല്ലാം സംഭവിക്കും. പക്ഷെ അജ്ഞനും ഉറങ്ങിക്കിടക്കുന്നവനും ഈ ജ്ഞാനിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്താണ്? ഇവിടെ ദ്വൈത നിവൃത്തി അത് സംഭവിച്ചിരിക്കുന്നു, ഭ്രാന്തി നിവർത്തിച്ചിരിക്കുന്നു, സംസാരം നിവർത്തിച്ചിരിക്കുന്നു. അതേയുള്ളൂ. അതിനപ്പുറം നമ്മൾ മറ്റൊന്നും ജ്ഞാനിയിൽ കൂട്ടിച്ചേർക്കണ്ട. ജ്ഞാനി എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നെങ്കിലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജ്ഞാനിയല്ല പരമാർത്ഥം, ജ്ഞാനമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനി എന്ന് പറയുന്നത് വേറെ തരത്തിൽ പറയുന്നതാണ്. ജ്ഞാനി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആരോപണം മാത്രമാണ്. അജ്ഞൻ ആരോപിക്കുന്നതാണ് ഈ ജ്ഞാനി എന്ന് പറയുന്നത്. അവിടെ എന്താ പരമാർത്ഥത്തിലുള്ളത്? ജ്ഞാനം മാത്രം, അല്ലെങ്കിൽ തുര്യൻ മാത്രം.
സച്ചിദാനന്ദം മാത്രം, ബ്രഹ്മം മാത്രം, ആത്മാവ് മാത്രം, അതേ ഉള്ളൂ. അത് നിന്റെ അജ്ഞത കൊണ്ട് ആരോപിക്കുകയാണ്. എന്താണ്? അതിലൊരു ജ്ഞാനിത്വത്തെ ആരോപിക്കുകയാണ്. അതാണ് ഇനി മുമ്പോട്ട് എഴുതുമ്പോൾ പറയും എന്താണ്? ഗുരുർനൈവ ശിഷ്യ എന്നെല്ലാം പറയും. ഗുരുവല്ല ശിഷ്യനും അല്ല എന്നൊക്കെ പറയുമ്പോൾ തികച്ചും താത്വികമായ അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കണം. ഗുരുവും ശിഷ്യനും ആവശ്യമില്ലാത്തതെന്നുള്ളതല്ല. ശ്രുതി എന്ന് പറയുന്നത് ഗുരുവിലൂടെയാണ് നിലനിൽക്കുന്നത്. ശ്രുതി സ്വയം വന്ന് പ്രത്യക്ഷപ്പെടുന്നതല്ല, നിരാലംബമായി ഗുരുവിലൂടെയാണ് ശ്രുതി പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഗുരുവില്ലാതെ കാര്യം നടക്കത്തില്ല, ജ്ഞാനിയില്ലാതെ കാര്യം നടക്കത്തില്ല. അവിടെയും നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആ തുര്യനിൽ പലതും ആരോപിക്കുകയാണ്. തുര്യനാണെങ്കിലോ നിത്യനിവൃത്തനായി സദാമുക്തനായി സ്ഥിതി ചെയ്യുന്നു. ആ സദാമുക്തത അതാണ് ഇവിടെ പറയുന്ന ജ്ഞാനിയുടെ നില. അല്ലാതെ ഒരു ജ്ഞാനവും വഹിച്ചുകൊണ്ടുള്ള നിലയല്ല. അതൊക്കെ നമ്മുടെ സങ്കല്പങ്ങളാണ്. ഇതുവരെ പറഞ്ഞു വന്ന ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്നു. പരമാർത്ഥ നിലയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു. ഈ ബോധിപ്പിക്കുന്നതിന്, അത് ബോധിക്കുന്നതിന് നമുക്ക് തടസ്സമായിരിക്കുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ, ധാരണകൾ മാത്രമാണ്. ജീവൻ തന്നെ അവന്റെ അന്ധകരണത്തിൽ നിലനിർത്തുന്ന നിരവധി സങ്കല്പങ്ങൾ. ഇതാണ് മാണ്ഡൂക്യം പറയുന്നത്. ആധ്യാത്മികതയുടെ അവസാനമായി പറയുന്ന ഇതാണ്. എന്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ? തുര്യനെക്കുറിച്ചുള്ള സങ്കല്പം, ജ്ഞാനിയെക്കുറിച്ചുള്ള സങ്കല്പം, ജ്ഞാനത്തെക്കുറിച്ചുള്ള സങ്കല്പം, മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പം, സാധ്യത്തെയും സാധനങ്ങളെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഇങ്ങനെ നിരവധി സങ്കല്പങ്ങൾ. ഇതാണ് ഭേദപ്രപഞ്ചം എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഇതിന് തടസ്സമായിട്ടുള്ളൂ. ശ്രുതി ബോധിപ്പിക്കുന്ന അതെന്താണ്? ഈ ഭേദത്തെ നിവർത്തിപ്പിക്കുക, ഈ പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട്, ഇച്ഛകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, പ്രതീക്ഷകളും ഇച്ഛകളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. മുക്തി പോലും നമ്മുടെ സങ്കല്പത്തിലാണ്, നമ്മുടെ പ്രതീക്ഷയിലാണ്. ഇതെല്ലാം ദ്വൈതപ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇത് നിവർത്തിക്കണം. അതിനുവേണ്ടി തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. പ്രജ്ഞം പ്രജ്ഞം, താൻ എന്തായിരിക്കുന്നോ അതിനെ നിഷേധിക്കുകയാണ്. ആ നിഷേധത്തെ ഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റൊന്നും ബോധപൂർവം ആർജിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരിവർത്തനം നമ്മുടെ ബോധത്തിൽ സംഭവിച്ചാൽ മതി. ബോധമാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത്. ആ ബോധത്തിലെ പരിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബോധത്തിലെ ഈ സങ്കല്പങ്ങളാകുന്ന കാർമേഘങ്ങൾ വന്ന് മൂടിയിരിക്കുകയാണ്. സൂര്യനെ കാർമേഘം മൂടിയിരിക്കുന്നു. അതുകൊണ്ടത് പ്രകാശിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദൃഷ്ടിഗോചരമാകുന്നുണ്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്ക് മേഘങ്ങൾ മൂടിയിരിക്കുന്നു. ഈ മേഘങ്ങളെ നിവർത്തിപ്പിക്കുക, അത് നമ്മുടെ സങ്കല്പങ്ങൾ തന്നെ, നമ്മുടെ ധാരണകൾ തന്നെ, നമ്മുടെ കൽപ്പനകൾ തന്നെ. ഇതാണ് അദ്വൈതത്തിന്റെ വഴി. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എവറസ്റ്റിന്റെ മുകളിൽ പ്ലെയിനിൽ ഇറങ്ങും പോലെയുള്ള ഒരു പരിപാടിയാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചു നിൽക്കുക, ഇല്ലെങ്കിൽ ഷൂ നിങ്ങൾ താഴോട്ട് പോരുക. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അത് തന്നെ പറയുന്നു. തസ്മാത് പ്രതിഷേധ വിജ്ഞാന പ്രമാണ വ്യാപാര സമകാല ഏവ ആത്മനി അധ്യാരോപിത അന്തഃപ്രജ്ഞത്വാദി അനർത്ഥ നിവൃത്തിരിതി സിദ്ധം.
എനിക്കിനി ഇരി കൂടുതലിത് പറയാൻ സൗകര്യമില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. സിദ്ധമെന്ന് വെച്ചാൽ ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ഇനി ശ്രുതി എന്താണോ പറയാൻ പോകുന്നത് അത് ഭാഷ്യകാരൻ വളരെ കൃത്യമായും വളരെ വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു. പറയുന്ന കാര്യത്തിൽ ഈ രണ്ടും വേണം. ഒന്ന് കൃത്യത, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ. മറ്റൊന്ന് വ്യക്തത. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടും ബോധിക്കുന്നില്ലെങ്കിൽ ഇതിവിടെ അവസാനിപ്പിക്കുക. അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. പ്രതിഷേധ വിജ്ഞാന പ്രമാണ വ്യാപാര സമകാല. പ്രതിഷേധ വിജ്ഞാനം അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം. നാന്തപ്രജ്ഞം ബഹിപ്രജ്ഞം എന്ന് ശ്രുതി പറയുമ്പോൾ നമ്മൾ എന്താണോ ബോധിക്കുന്നത് അതാണ് പ്രതിഷേധ വിജ്ഞാനം. ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും ബോധിച്ചോ? അതിന്റെ പരമമായ താല്പര്യത്തെ ബോധിച്ചോ? ശബ്ദത്തെ ബോധിച്ചുകൊണ്ടായില്ല. നേരത്തെ പറഞ്ഞു എന്താണ് ശബ്ദത്തിനൊന്നും ഇതിനെ വെളിപ്പെടുത്താൻ പറ്റുന്നു, അനഭിധേയമാണ്. പക്ഷെ ശബ്ദം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിലൂടെ. അതിനെ ബോധിച്ചോ? അത് ബോധിച്ചാൽ അതായി പ്രതിഷേധ വിജ്ഞാനം. അവിജ്ഞാനമാകുന്ന പ്രമാണം, അവിജ്ഞാനം തന്നെയാണ് പ്രമാണം. ശ്രുതിയുടെ ആ ബോധ്യപ്പെടുത്തൽ അവിടെയും ഒന്ന് ധരിക്കണം. നമ്മൾ ബോധ്യപ്പെട്ടതിനപ്പുറം ഇനിയും ഉണ്ടെന്ന് കരുതരുത്. അങ്ങനെ ഒരാളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നർത്ഥം. കാരണം ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. നാന്തപ്രജ്ഞം എന്ന് പറഞ്ഞപ്പോ ആ പരമാർത്ഥം തന്നെ ബോധ്യപ്പെട്ടെങ്കിൽ ഇനി ഇതിലെന്തെങ്കിലും ഒന്ന് ബോധ്യപ്പെടാനുണ്ടെന്ന് ഒരാൾ ചിന്തിക്കത്തില്ല. അയാളവിടെ സർവസങ്കല്പ വിനിർമുക്തനായിത്തീരും. തന്റെ സ്വരൂപ ഭിന്നമായ സർവത്തെയും നിഷേധിച്ചു കഴിയും. അതാണ് പ്രതിഷേധ വിജ്ഞാന പ്രമാണം എന്ന് പറയുന്നത്. അതിന്റെ വ്യാപാരം എന്ന് പറയുന്ന അതിന്റെ ജന്മം എപ്പോഴാണോ അങ്ങനെ ഒരു ബോധം അവന്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നത്, ആ സ്ഫുരിക്കുന്ന സമകാലയവ, ആ സമയം തന്നെ അതിന് നമ്മളൊരു കാലത്തിന്റെ ചട്ടക്കൂട്ടുണ്ടാക്കുകയാണെങ്കിൽ അതിന് സമകാലം എന്ന് പറയും. ആത്മനി അധ്യാരോപിത അന്തപ്രജ്ഞത്വാദി അനർത്ഥ നിവൃത്തി. അവൻ ബോധ്യപ്പെടുന്നു എന്താണ്? ഈ അനർത്ഥങ്ങളൊന്നും തന്നിലില്ല, പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അതാണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. ആ ബോധ്യപ്പെടലാണ്. വിശ്വ തൈജസ പ്രാജ്ഞന്മാര്, വൈശ്വാനര ഹിരണ്യഗർഭ അന്തര്യാമി, ഈ പറയുന്ന ഭാവങ്ങളൊന്നും പരമാർത്ഥത്തിലില്ല. ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പരമാർത്ഥത്തിലില്ലാത്ത പരിശുദ്ധമായ ജ്ഞാനസ്വരൂപമാണ് താൻ എന്ന് ബോധിക്കുന്നു. അതാണ് അന്തപ്രജ്ഞത്വാദി അനർത്ഥ നിവൃത്തി. ഇത് ആ ശ്രവണത്തിൽ തന്നെ ബോധിക്കുന്നു. താൻ തന്നെ മറ്റൊന്നായും ഭാവിക്കുന്നില്ല എന്നർത്ഥം. തന്നെ സംബന്ധിച്ചുള്ള എല്ലാ ഭാവനകളും എന്താണ്? ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ജ്ഞാനമെന്നോ ശബ്ദത്തിലൂടെയുള്ള എല്ലാ ഭാവനകളെയും വിടുന്നു. തന്റെ യഥാർത്ഥ സ്വരൂപം പ്രകാശിക്കുന്നത് തന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവനയെ ആശ്രയിച്ചുകൊണ്ടല്ല. ഇനി അത് പറയും. ജ്ഞസ്വരൂപമായി, ബോധസ്വരൂപമായി അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നിലനിൽക്കുന്നു. അതിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാം നിലനിൽക്കുന്നത്. അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നു. അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതിനെല്ലാം ഇവിടെ നിഷേധിക്കുന്നു.
നിഷേധിച്ചാൽ ശേഷിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന തന്റെ ബോധസ്ഫുരണം. അവിടെ തന്റെ നില ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അനർത്ഥ നിവൃത്തി അത് സിദ്ധമാകുന്നു എന്ന് പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗത്തിന്റെ ഇനി പറയുന്നത് പറഞ്ഞല്ലോ, ആ പരമാർത്ഥ നിലയെ ബോധിപ്പിച്ചാൽ ഒരാൾക്ക് ബോധിച്ചില്ലെങ്കിൽ ശ്രുതി അവിടെ കൈവിടുന്നില്ല, വീണ്ടും താഴെ നിന്ന് തുടങ്ങും. വീണ്ടും മറ്റു വഴികളിലൂടെ ബോധിപ്പിക്കാൻ ശ്രമിക്കും. അതാണ് ഇനി വരുന്ന ഭാഗങ്ങൾ. ശ്രുതിക്കും ബോധ്യമുള്ള കാര്യമാണ്. എന്താണോ ഈ പറയുന്ന കാര്യം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിൽ അതിനെ ബോധ്യപ്പെടുത്തുക, അതിനുള്ള മറ്റുപായങ്ങൾ സ്വീകരിക്കുന്നു. എന്നാലും പരമാർത്ഥം പറയണമെന്ന്, പരമാർത്ഥത്തെ വെളിപ്പെടുത്തുകയാണ് മുഖ്യമായി ശ്രുതിയുടെ താല്പര്യം. അതുകൊണ്ടാണ് അതിനെ വേദശിരസ് എന്ന് പറയുന്നത്. അത്രയും പ്രാധാന്യമുള്ളതാണ്. പക്ഷെ അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്താ, മറ്റുപാസനകൾ, മറ്റ് കർമ്മകാണ്ഡം, മറ്റനുഷ്ഠാന പദ്ധതികൾ ഏത് സ്വീകരിക്കാം. അത് ആ പദ്ധതികളെല്ലാം എന്ത് ചെയ്യുന്നു? ചിത്തത്തിന്റെ ശുദ്ധിയെ വരുത്തും, മനസ്സിന്റെ ഏകാഗ്രതയെ വരുത്തും. അതെല്ലാം വന്നു കഴിയുമ്പോൾ ശ്രുതി പറയുന്നത് ബോധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണയുണ്ട്. എന്താണ്? മാണ്ഡവ്യ സർവത്തെയും നിഷേധിക്കുന്നതാണ്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ചിലർ ചോദിക്കും, സാന്ദർഭികമായിട്ട് പറയുകയാണ്, എന്നാ പിന്നെ മാണ്ഡവ്യത്തിന്റെ ആവശ്യമില്ലല്ലോ, ഞാനെന്തായാലും തൽക്കാലം രക്ഷപ്പെടുന്ന കോള് കാണുന്നില്ല, ഈ മാണ്ഡവ്യത്തിലേക്ക് എന്തിനാ പോകുന്നത്? മുറ്റമടിച്ചാൽ പോരെ, അന്ധക്കരണം ക്രമേണ ശുദ്ധമാകുമല്ലോ. പക്ഷെ എന്തിനു വേണ്ടിയാണ് മുറ്റമടിക്കുന്നതെന്ന് അറിയാതെ മുറ്റമടിച്ചിട്ട് കാര്യമൊന്നും. മുറ്റമടി എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തെയാണ്. എന്തിനു വേണ്ടി കർമ്മം? പരമാർത്ഥമായ സത്യം ഇന്നതാണ്. ആ സത്യത്തെ ശ്രുതി ബോധിപ്പിച്ചിട്ടും എനിക്ക് ബോധ്യമാകുന്നില്ല. അവിടെ എന്തോ ഒരു തടസ്സം നിൽക്കുന്നു. അത് എന്റെ തന്നെ ചില പോരായ്മകളാണ്. ആ പോരായ്മകളെ നീക്കുന്നതിന് എന്റെ കർമ്മവും മറ്റനുഷ്ഠാനങ്ങളും സഹായിക്കും. അന്നേരം ഈ സത്യം പ്രകാശിക്കും, എന്റെ ബോധം തെളിയും എന്നൊരു ബോധത്തോടുകൂടി വേണം മുറ്റമടിക്കാൻ. ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും. അത് സംസാരമോചനത്തിന് ഉള്ള ഒരു ഉപായമായി മാറത്തില്ല. അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ടില്ലെങ്കിലും ശരി, ശ്രവണം സർവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. അത് പണ്ഡിതനെന്നോ പാമരനെന്നോ ഉള്ള ഭേദം കൂടാതെ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നോ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് രണ്ടാമതേ വരുന്നു. മുഖ്യ ശ്രവണം തന്നെയാണ്. കാരണം അവിടെ ശ്രവണത്തിൽ ബോധപൂർവമായോ അബോധപൂർവമായോ ഇതിനെ ബോധ്യപ്പെടുന്നതിനുള്ള ഒരു യത്നം നടക്കും. താൻ ആഗ്രഹിച്ചില്ലെങ്കിലും തന്റെ അന്ധകരണത്തിൽ അങ്ങനെ ഒരു യത്നം നടക്കും. അതുകൊണ്ട് ശ്രവണത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഉറങ്ങിയായാലും ശരി, അത് കൂടിയേ തീരും. അതുകൊണ്ടാണ് അമ്മയും എപ്പോഴും സത്സംഗത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ മൂർഖന്മാരായ സന്താനങ്ങൾ അത് ചെവിക്കൊള്ളത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് സ്വയം ജ്ഞാനികളാണ്. അമ്മയെക്കാളും വിവരമുണ്ടെന്ന് ധരിക്കുന്നതാണ് ശിഷ്യന്മാർ. അമ്മ പറഞ്ഞെങ്കിലും അതിന്റെ ആവശ്യമില്ല എന്നുള്ള ധാരണയിലാണ്. പക്ഷെ അതല്ല, അതൊരു പക്ഷേ ഗ്രഹിച്ചില്ലെങ്കിൽ അത് ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയിൽ അതിന് പ്രയോജനമുണ്ട്. അത് സഹായിക്കും.
തന്റെ സാധനങ്ങളെ എല്ലാം തീവ്രമാക്കുന്നതിനത് സഹായിക്കും. അത്രയും മനസ്സിലാക്കുന്നതിനുള്ള എന്താണ് അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ കൃപ, അതെങ്കിലും ഒരുവന് വേണം, എന്നാലേ രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ഇതെനിക്ക് ആവശ്യമില്ലാത്തതാണോ എന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗത്തെയല്ല ഞാൻ പറയുന്നു. വേദാന്ത ശ്രവണം, ശ്രുതിയുടെ ശ്രവണം അത് ആവശ്യമില്ലാന്ന് ആർക്കും ധരിക്കാൻ അവകാശമില്ല. അത് ക്രമേണയെങ്കിലും ഫലം ചെയ്യും. അത് ഉള്ളിലെ ഒരു വെളിച്ചത്തെ കൊടുക്കും. നമ്മൾ എത്തേണ്ട സ്ഥാനം ഇന്നതാണ്. എന്താണ്? അന്ധകാരത്തിൽ ഒരു വനത്തിൽപ്പെട്ടവനെ പോലെയാണ്. ദൂരെ എവിടെയെങ്കിലും ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ആ വെളിച്ചത്തിന്റെ ചുവട് പിടിച്ചവനെ നടക്കാം. തന്റെ കാൽച്ചുവട്ടിൽ വെളിച്ചം ഉണ്ടെങ്കിലേ നടക്കാവുന്നൊന്നുമില്ല. ലക്ഷ്യത്തിലൊരു വെളിച്ചം കണ്ടാൽ മതി. അതുപോലെ നമ്മളിൽ വിവേകമില്ലെങ്കിൽ, ഇതൊട്ടും പ്രകാശിക്കുന്നെങ്കിലും ഇത് വനത്തിലെ വെളിച്ചം പോലെയാണ്. ഒരു ലക്ഷ്യബോധത്തെ ഉണ്ടാക്കിത്തരും എന്ന് ചുരുക്കം. ഈ തത്വശ്രവണം, ഉപനിഷത്ത് ശ്രവണം നമ്മുടെ കണ്ണിനൊരു വെളിച്ചത്തെ കൊടുക്കും. അത് ആ വെളിച്ചത്തെ ആശ്രയിച്ച് ക്രമേണയെങ്കിലും വഴിയിലൊക്കെ മറിഞ്ഞു വീണോ വല്ല കുണ്ടിലൊക്കെ ചാടിയോ എങ്ങനെയൊക്കെ ആയാലും ശരി, അവസാനം ആ ലക്ഷ്യത്തിലെത്തിച്ചേരും, ആ പ്രകാശത്തിന്റെ ഉറവിടത്തിലെത്തിച്ചേരും. ആ തരത്തിൽ എങ്കിലും ഇത് സഹായിക്കും. അതാണ് ശ്രുതിയുടെ മഹത്വം. അതാണ് ആചാര്യസ്വാമികൾ ആവർത്തിച്ച് ശ്രുതി മാത എന്ന് പറയുന്നു. അതുകൊണ്ട് താൻ പറയാവുന്ന രീതിയിൽ, ബോധിപ്പിക്കേണ്ട രീതിയിലെല്ലാം ഇത് ബോധിപ്പിച്ചു ഭാഷ്യകാരൻ. ഇവിടെ ഭാഷ്യകാരന്റെ ഈ പ്രവൃത്തി, ഈ ആശയ ആവിഷ്കരണം എത്ര കോടി കോടി നമസ്കരിച്ചാലും ശരി, അതിനുള്ള കടമ നമുക്ക് തീരത്തില്ല. അത്രയും വലിയ കടപ്പാട് നമുക്ക് അതിനോടുണ്ട്. കാരണം അത്രയും വ്യക്തമായും കൃത്യമായുമാണ് ഇതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾക്കൊരുപക്ഷെ അത് ബോധിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും. മുമ്പ് പറഞ്ഞ കൃപ അതിന്റെ കുറവുണ്ട്, മറ്റൊന്നുമല്ല. പക്ഷേ ഭാഷ്യകാരൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ അത് അല്പസ്വല്പം മനസ്സിലാക്കിയത് നമ്മൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നേയുള്ളൂ. പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്ന് പറയാൻ പറ്റത്തില്ല. അല്പം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ അതിന്റെ മഹത്വം നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടുന്നുണ്ട്. ഇത് ശ്രേഷ്ഠമാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഷ്യകാരന്റെ ഈ ഭാഷ്യരചന, പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ളത്, പൂർണ്ണമായി സത്യത്തെ കരതലാമലകം പോലെ എന്ന് പറയുന്നില്ല, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ വ്യക്തമാക്കി തരുന്നതാണ്. ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സർവ്വ ജിജ്ഞാസകളും ശമിക്കുന്നതിന് ഈ ഭാഗം മാത്രം മതി. പക്ഷെ വീണ്ടും പറഞ്ഞാൽ ഇത് തന്നെ പറയും. പല ഭാഷകളിൽ പറയേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഭാഷകാരൻ. ഇത് സിദ്ധം എന്ന് പറഞ്ഞിട്ട് ഇനി മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നു. മന്ത്രവ്യാഖ്യാന രൂപത്തിൽ കൂടുതലൊന്നും പറയുന്നു. കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നാന്തപ്രജ്ഞം, അടുത്ത് നാന്തപ്രജ്ഞമിതി തൈജസ പ്രതിഷേധ. ഈ തൈജസ്സിനോടും താൻ താതാത്മ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? എങ്ങനെ? ഉണർന്നിരുന്നുകൊണ്ട് പറയുന്നു ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. അതാണ് ആ താതാത്മ്യം. അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്താണ്? എന്നിൽ ഈ ജാഗ്രത ഭാസിക്കുന്നത് പോലെ
സ്വപ്നവും എന്നിൽ പ്രതീതമായതാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. അവിടെ ബന്ധനങ്ങളെല്ലാം അവസാനിച്ചു. സ്വയം പ്രകാശിക്കുന്ന എന്റെ സ്വരൂപത്തിൽ കേവലം ഒരു പ്രതിഭാസം മാത്രമാണ് ഈ സ്വപ്നം എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതിനെ അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. മറിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു. അവിടെയാണ് ആ താതാത്മ്യം സംഭവിക്കുന്നത്. ആ താതാത്മ്യത്തിന് കാരണമായിട്ടാണ് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത്. അതിനാണ് മോഹം എന്ന് പറയുന്നത്, മായ എന്ന് പറയുന്നത്, അവിദ്യ എന്ന് പറയുന്നത്. താൻ വാസ്തവത്തിൽ സ്വപ്നത്തെ കാണുകയല്ല, താൻ തന്നെ സ്വപ്നത്തെ സൃഷ്ടിച്ച് താൻ തന്നെ അതിനെ കണ്ട് താൻ തന്നെ അതിനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഭാഗത്തോട്ടൊന്നും നമുക്ക് പോകാൻ കഴിയുന്നു. അത് എങ്ങനെ? സർവാന്തര്യാമിയായിരുന്ന ആ ഹിരണ്യഗർഭനോട് ഏകീഭവിച്ചു നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്തു. അവിടെ തന്റെ ശുദ്ധസ്വരൂപത്തെ പൂർണ്ണമായും വിസ്മരിച്ചു. സ്വപ്നാതീതമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ, തുര്യനെ വിസ്മരിച്ചു. അവിടെ ഈ സ്വപ്നം കാണുന്നതിന് തനിക്ക് ശക്തി തന്നത് ഈ തുര്യനാണ്. ഈ സ്വപ്നമെന്ന് പറയുന്നത് എന്താണ്? തുര്യന്റെ ഒരു പ്രഭയാണ് സ്വപ്നം. തുര്യനെ ഒരു സൂര്യനോട് ഉപമിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കിരണമാണ് ഈ സ്വപ്നമെന്ന് പറയുന്നത്. പല കിരണങ്ങൾ, പല സ്വപ്നങ്ങൾ. അപ്പോൾ ആ തുര്യന്റെ നിലയിൽ നിന്നുകൊണ്ട് സ്വപ്നത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറിച്ച് ഞാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ഈ സ്ഥൂല ശരീരത്തോടും മനസ്സിനോടും എല്ലാം താതാത്മ്യപ്പെട്ട് ആ ബോധം സങ്കോചിച്ച് ബോധത്തിന്റെ ആ സ്വപ്രകാശതയെ സ്വയം നഷ്ടപ്പെടുത്തി മോഹ അന്ധകാരത്തിൽപ്പെട്ടിട്ട് സ്വയം മോഹിതനായി അതേ ഞാനിനെ തന്നെ ആ സ്വപ്നത്തോട് ബന്ധിപ്പിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? അന്ധപ്രജ്ഞനായിരിക്കുന്നു എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്. ബാഹ്യപ്രജ്ഞനായിട്ടല്ല, അല്ലെങ്കിൽ ബഹിഷ്പ്രജ്ഞനായിട്ടല്ല. അന്ധപ്രജ്ഞൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഈ കരണങ്ങൾ, ഈ ശരീരം, ഇതുകൊണ്ടുള്ള ഈ പ്രപഞ്ചാനുഭവങ്ങൾ, ഇതെല്ലാം അവിടെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് അന്ധപ്രജ്ഞൻ എന്ന് പറഞ്ഞത്. അവിടെ ഇതേ മനസ്സ് തന്നെ മറ്റൊരു രൂപത്തിൽ പ്രകടമാകുന്നു. അത് പറഞ്ഞല്ലോ മുമ്പ്, ജാഗ്രതയില്ല വാസനകളോടുകൂടി മനസ്സെന്ന് പറയുമ്പോൾ ഈ മനസ്സല്ല, ഈ മനസ്സ് രൂപാന്തരം പ്രാപിച്ച് അവിടെ നിൽക്കുകയാണ്. ഈ മനസ്സെന്ന് പറയുന്നത് ജാഗ്രതയിലേ ഉള്ളൂ. ശരിക്കും ജാഗ്രതയിൽ മാത്രം ഇതിനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഇന്നലെ ജാഗ്രതത്തിൽ, കഴിഞ്ഞ ജാഗ്രതത്തിൽ കാലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സത്സംഗം ശ്രവിച്ചു, ഈ ജാഗ്രതത്തിൽ സത്സംഗം ശ്രവിക്കുന്നു. ഇവിടെ രണ്ട് മനസ്സ് ഒന്നല്ല, എന്നാൽ സമാനതകളുണ്ട് താനും. എന്താണ് ആ സമാനതയെ കൊടുക്കുന്നത്? ആ സംസ്കാരം സമാനതയെ കൊടുക്കുന്നു. അതുകൊണ്ട് ചിലപ്പോ അടുത്തു വരുന്നൊരു സ്വപ്നത്തിൽ ഈ സത്സംഗത്തിന്റെ അംശങ്ങളൊക്കെ ചിലപ്പോൾ കടന്നു വരാം, വന്നില്ലെന്നും വരാം. സംസ്കാര ദാർഢ്യമനുസരിച്ചിരിക്കുകയാണ്. എന്തായാലും അത് ബഹിഷ്പ്രജ്ഞനല്ല, അതിന്റെ ഉള്ളിൽ തന്നെ സംഭവിച്ചു. ഇനി മുമ്പോട്ട് ചെല്ലുമ്പോൾ കാരികയിൽ ആ കാര്യം വിശദീകരിച്ച് പറയും. ഉള്ളിൽ സംഭവിച്ചു. ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജാഗ്രതത്തിൽ ഈ ശരീരം കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്ന മനസ്സ്. വാസ്തവത്തിൽ മനസ്സേകമാണ്, പക്ഷെ ഓരോ ശരീരങ്ങളും ഓരോ ജീവന്റെയും മനസ്സിനെ പരിമിതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് എന്റെ മനസ്സും നിന്റെ മനസ്സുമായിരിക്കുന്നത്.
എന്റെ മനസ്സിന് നിന്റെ മനസ്സിനെ അറിയാൻ കഴിയാതിരിക്കുന്നു. അതൊക്കെ ശരീരം ഒരു വേലിക്കെട്ട് സൃഷ്ടിക്കുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാ മനസ്സും എല്ലാവരും അറിഞ്ഞില്ല. കാരണം ഇതൊന്നല്ല. പക്ഷെ അതറിയാൻ കഴിയും. ഈ മനസ്സ്, ജാഗ്രതയിലെ ഈ മനസ്സ് ഉണർന്നിരുന്ന് കാണുന്നതല്ല അവിടെ കാണുന്നു. അതുകൊണ്ട് ഇതിനെ എന്ത് പറഞ്ഞു? അന്ധപ്രജ്ഞം എന്ന് പറഞ്ഞു. ഇത് ഉള്ളിൽ സംഭവിക്കുന്നു. ഈ മനസ്സുപോലെ ഒരു മനസ്സിനെ സൃഷ്ടിച്ച് അവിടെ സംഭവിക്കുന്നു. അതെവിടെ സംഭവിക്കുന്നു? ഈ ഉണർവിൽ തന്നെ, ഈ തുര്യനിൽ തന്നെ. തുര്യനിൽ തന്നെയാണ് സ്വപ്നം സംഭവിക്കുന്നത്. പക്ഷേ തുര്യനിൽ നേരിട്ടല്ല സംഭവിക്കുന്നത്. ഇനി കാരികയിൽ വരുമ്പോൾ പറയും എന്താണ്? ഇതെല്ലാം മായാമയമാണ്. ഇതെല്ലാം വെറും കൽപ്പന മാത്രമാണ്. ഈ കാണുന്ന സർവവും ചരാചര പ്രപഞ്ചം മുഴുവൻ കൽപ്പനയാണ്. ആരുടെ കൽപ്പന? ഈ തുര്യൻ തന്നെ. തുര്യൻ നേരിട്ട് കൽപ്പിക്കുന്നു. സ്വയം ചെയ്യുന്നില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് സത്താസ്ഫൂർത്തിയെ നൽകിക്കൊണ്ടെന്ന് പറഞ്ഞു ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയും. വിശ്വ തൈജസ പ്രാജ്ഞന്മാരെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വൈശ്വാനര ഹിരണ്യഗർഭ അന്തര്യാമി ഭാവങ്ങളിലൂടെ തുര്യൻ കൽപ്പിക്കുന്നു. കൽപ്പിക്കാതെ കൽപ്പിക്കുന്നു എന്ന് പറയും. കൽപ്പിക്കാതെ എന്ന് പറയുമ്പോൾ അതിന്റെ സ്വരൂപത്തിൽ കൽപ്പനകളൊന്നുമില്ല. പക്ഷെ ഈ ഉപാധികളെ സ്വീകരിക്കുമ്പോൾ എല്ലാ കൽപ്പനകളും വരും. അതിൽ ഭേദം വരുന്നു. ബഹിഷ്പ്രജ്ഞ, അന്തഃപ്രജ്ഞ എന്നുള്ള ഭേദം വരുന്നു. അതിനെ സ്വയം അനുഭവിക്കുന്നു. ആ കൽപ്പനകളെല്ലാം സ്വയം സംസാരത്തെ സൃഷ്ടിക്കുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. അതിൽ അന്ധപ്രജ്ഞമെന്ന് പറഞ്ഞ് സ്വപ്നത്തെ തന്നെ ആദ്യം നിഷേധിച്ചെന്തുകൊണ്ടാണ്? സ്വപ്നത്തെ നിഷേധിക്കാൻ എളുപ്പമാണ്. ശാസ്ത്രം പറഞ്ഞില്ലെങ്കിലും നമ്മൾ സ്വപ്നത്തെ നിഷേധിക്കും. മനസ്സിലാക്കാൻ എളുപ്പമാണ്. എങ്ങനെ നിഷേധിക്കും? അത് സത്യമല്ല. സ്വപ്നം സത്യമാണെന്ന് ആരും പറയത്തില്ല. പക്ഷെ ജാഗ്രത സത്യമല്ലെന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് അനുഭവസിദ്ധമായ കാര്യമാണ്. അവിടെ അനുഭവമാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. എന്താണ്? അവിടെ നിഷേധിച്ചാലും ശേഷിക്കുന്ന ഒന്നുണ്ട്. സ്വപ്നത്തെ നിഷേധിച്ചാലും, നമ്മൾ ശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ നിഷേധിച്ചാലും, ശാസ്ത്രം നിഷേധിച്ചാലും അവിടെ ശേഷിക്കുന്ന ഒന്നുണ്ട്. എന്താണ്? ആ സ്വപ്ന കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്ന ആ ബോധസ്ഫുരണം, തുര്യൻ. അതിൽ നിന്ന് ബാക്കി എല്ലാത്തിനെയും മാറ്റി നിർത്തുക. അതിൽ നിന്ന് ബാക്കി എല്ലാത്തിനെയും നിഷേധിച്ച് മാറ്റുക. അതാണ് നാന്തപ്രജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ സ്വപ്നത്തെ നമ്മൾ നിഷേധിക്കുമ്പോൾ അവിടെ എല്ലാത്തിനെയും നിഷേധിക്കേണ്ട കാര്യമില്ല. സ്വപ്നത്തിലെ കൽപ്പനകളെ, സ്വപ്നത്തിലെ ദൃശ്യങ്ങളെ, സ്വപ്നത്തിലെ അനുഭവങ്ങളെ എല്ലാം നിഷേധിച്ചാൽ മതി. സ്വപ്നത്തിൽ അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്ന ആ തുര്യനെ നിഷേധിക്കുന്നു. എന്തുകൊണ്ട്? നിഷേധിച്ചാൽ ശേഷിക്കുന്നത് ആ തുര്യ ബോധസ്ഫുരണമാണ്. അതിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ധരിക്കണം. അത് ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നാന്തപ്രജ്ഞം എന്ന് ആ തൈജസ്സിനെ നിഷേധിക്കുന്നത്. തേജോമയനായ പുരുഷൻ അതിനെ നിഷേധിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സ്പഷ്ടമാകും, എല്ലാവർക്കും സ്വീകാര്യമാകും സ്വപ്നത്തെ നിഷേധിക്കുന്നത്. സ്വപ്നം സത്യമാണെന്ന് ആരും വാശി പിടിക്കത്തില്ല. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പറയാം എന്താണ്? ഇത് ഒരു നീണ്ട സ്വപ്നമാണ്. സ്വപ്നത്തിന്റെ തലത്തിൽ പരിശോധിച്ചാൽ ഇതും
കുറച്ചുകൂടി ഉറപ്പുള്ള, കുറച്ചുകൂടി നീണ്ട ഒരു സ്വപ്നം എന്നിതിനെ പറയാം. അതുകൊണ്ട് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പറയാം എന്താണ്? ന ബഹിഷ്പ്രജ്ഞം, വിശ്വനെ പ്രതിഷേധിക്കുന്നു. ഇവിടെ പ്രാജ്ഞനെ, തൈജസ്സിനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോ, ഹിരണ്യഗർഭനും അവിടെ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞു. വിശ്വനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നു. ശ്രുതി ബുദ്ധിമാന്മാരെ കണ്ടുകൊണ്ട് പറയുന്നതാണ്. ബുദ്ധി കുറഞ്ഞ നമ്മൾ അതുകൂടി ചേർത്ത് മനസ്സിലാക്കണം. പറഞ്ഞതും പറയാനുള്ളതും കൂടി മനസ്സിലാക്കണം. അവിടെ വൈശ്വാനരെയും നിഷേധിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? വിശ്വനൊരിക്കലും സ്വതന്ത്രമായി നിൽക്കാൻ പറ്റത്തില്ല. ഈ തേജസ്സിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റത്തില്ല. അതെപ്പോഴും വൈശ്വാനരന്റെ ഒരു അംശമായിട്ടാണ് വിശ്വം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സമഷ്ടി വെഷ്ടി എന്ന് വിളിക്കുന്നത്. ഹിരണ്യഗർഭന്റെ ഒരു അംശമായിട്ടാണ് ഈ തേജസ് നിൽക്കുന്നത്. അപ്പൊ സ്വപ്നത്തിൽ ഇത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജാഗ്രതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ സംഭവിച്ചത് പോലെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാദത്തിന് വേണ്ടി നമുക്ക് പറയാം എന്താണ്? സ്വപ്നം വേറെയാണ്, ജാഗ്രത വേറെയാണ്. അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്? അവിടെ സംഭവിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? ആ തുര്യന്റെ പ്രകാശത്തിൽ തുര്യനെ ആശ്രയിച്ചുകൊണ്ട് തൈജസൻ അനേക വിഷയങ്ങളെ കാണും. അവിടെ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം, അതൊന്നും തൈജസന്റെ സൃഷ്ടിയല്ല, ഹിരണ്യഗർഭന്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം നമുക്കവിടെ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം പരമാർത്ഥമാണ്. എന്താണ്? അവിടെ തൈജസൻ അതെല്ലാം കാണുന്നു. അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാൻ അതിനെല്ലാം കണ്ടു. ഇവിടെ ബഹിഷ്പ്രജ്ഞൻ എന്താണ് സംഭവിക്കുന്നത്? ആ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഞാൻ തന്നെയാണ് ഇതിനെല്ലാം കാണുന്നത്. ഒരു കാഴ്ച എന്നുള്ള നിലയ്ക്ക് സ്വപ്നത്തിലെ കാഴ്ചയും ഈ ഉണർവിലെ കാഴ്ചയും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെയും ഞാൻ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യങ്ങളെ, ഇവിടെയും ഞാൻ കാണുന്ന ദൃശ്യങ്ങളെ. ഇവിടെ ദൃശ്യങ്ങൾക്ക് ഞാൻ ചില വിശേഷതകൾ കൂട്ടിച്ചേർക്കും. എന്താണ്? ഇത് സ്ഥിരമാണ്, ഇത് സ്ഥായിയാണ്, ഇത് സ്ഥൂലമാണ് തുടങ്ങിയ വിശേഷതകൾ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അല്ല, എന്റെ ദൃശ്യങ്ങൾക്ക് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണ്. ദൃശ്യം എന്നുള്ള നിലയ്ക്ക് എന്താണ്? തൈജസന്റെ ദൃശ്യം തന്നെയാണ് ഇവിടെ വിശ്വന്റെയും ദൃശ്യം. അപ്പോൾ തൈജസനെ ഒരു ദൃശ്യമായതുകൊണ്ട് സ്വപ്നമെന്ന് ഒരു പേരിട്ട് വിളിച്ചാൽ പേരിൽ വലിയ കാര്യമൊന്നുമില്ല. അതേ പേര് തന്നെ ഇവിടെ എന്തുകൊണ്ട് യോജിക്കത്തില്ല? ഇതും ദൃശ്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ തൈജസനെ നിഷേധിച്ചതുപോലെ തന്നെ, തൈജസന്റെ ദൃശ്യങ്ങളെ നിഷേധിച്ചതുപോലെ തന്നെ ഇത് രണ്ടിനെയും കാണുന്നവന് ഈ വിശ്വഭാവത്തെയും വിശ്വന്റെ ദൃശ്യങ്ങളെയും നിഷേധിക്കാം. രണ്ടിനെയും കാണുന്നു. രണ്ടിനെയും കാണുന്നത് ഒരുവനായതുകൊണ്ട് അത് അനുഭവത്തിനും യുക്തിക്കും വിരുദ്ധമാകുന്നില്ല. അതാണ് ബഹിഷ്പ്രജ്ഞം എന്ന് പറഞ്ഞ് വിശ്വനെ നിഷേധിക്കുന്നത്. നിഷേധിക്കുന്നവർക്ക് അറിയാം എന്താണ് സ്വപ്നമല്ല ജാഗ്രത, അതെല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇതിന് രണ്ടു പേര് കൊടുത്തത്. എന്താണ്? അന്തഃപ്രജ്ഞമെന്നും ബഹിഷ്പ്രജ്ഞമെന്നും. ആ സ്വപ്നമല്ല ജാഗ്രത, ജാഗ്രത അല്ല സ്വപ്നമെന്നുള്ള ഈ ഭേദം നിലനിർത്തുന്ന എന്താണ്? ഈ രണ്ട് ഭാവങ്ങൾ, ഒന്ന് ഉള്ളിൽ ഒന്ന് പുറമേ എന്നുള്ള ഭാവങ്ങൾ. ആ ഭാവത്തിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? അവിടെയും തുര്യൻ ഈ വിശ്വന്റെ തൈജസന്റെ സഹായത്തോടുകൂടി ദൃശ്യങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെയും അതേ ഞാൻ തന്നെ, അതേ തുര്യൻ തന്നെ വിശ്വഭാവത്തിൽ കുറച്ചുകൂടി വ്യക്തമായി, കുറച്ചുകൂടി സ്ഥൂലമായി, കുറച്ചുകൂടി സ്ഥായിയായി വിഷയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരമാർത്ഥ ചിന്തയിൽ ഇതിനെ ഭേദപ്പെടുത്തുന്ന അംശങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. മറിച്ച് നിഷേധം രണ്ടു ഭാഗത്തും തുല്യമായി വരുന്നു. ന അന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം
എന്ന് പറഞ്ഞിവിടെ നിഷേധിച്ചത്.